ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് മെയ് 20 രാവിലെ 10 കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമാകും. വൈകിട്ട് 4:30 ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങ്. 21 പുലർച്ചെ 12:15 ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്നും പുറപ്പെടും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX3011 നമ്പർ വിമാനത്തിൽ 166 തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ ജിദ്ദയിലേക്ക് പുറപ്പെടുക. ആദ്യ ദിവസം രാവിലെ 8 വൈകിട്ട് 3 രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ യാത്ര തിരിക്കും. ആദ്യ വിമാനം പുലർച്ചെ 3:50 ജിദ്ദയിലെത്തും. ബംഗളൂരു, ചെന്നൈ, മുംബൈ എംബാർക്കേഷനുകളിൽ നിന്നായി 45 തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന യാത്ര തിരിക്കുന്നുണ്ട്. ഹാജിമാരെ സ്വീകരിച്ച് യാത്രയാക്കുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കുന്നത്. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഹജ്ജ് ഹൌസിന്റെ മുറ്റത്ത് പന്തൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ ജോലി അവസാന ഘട്ടത്തിലാണ്. ക്യാമ്പിന്റെ അവസാനഘട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ഹജ്ജ് ഹൌസിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എയർപോർട്ട് അതോറിറ്റി, എമിഗ്രേഷൻ, കസ്റ്റംസ്, CISF, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയവരുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയും കണ്ണൂർ, എറണാകുളം ജില്ലാ ഭരണകൂടങ്ങളുടെ പ്രതിനിധികളും ഓൺലൈനായി യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.